ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിട്ട് മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ മരണം സംഭവിച്ചവരുണ്ടോ കോംപ്ലിക്കേഷൻസ് സംഭവിച്ചവരുണ്ടോ എന്നുള്ള ഒരുപാട് ന്യൂസുകൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനെന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. എനിക്കറിയാവുന്നത് ഒരു കേസ് മാത്രമാണ്, ചെന്നൈയിലൊരു കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് മരണപ്പെടുകയുണ്ടായി ചെന്നൈയിൽ. അത് സലൂൺ പോലത്തെ ഒരു ക്ലിനിക് സെറ്റപ്പ് അല്ലാത്തൊരു സ്ഥലത്ത് പോയി ചെയ്യുകയും അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ കൂടുകയും അനസ്തേഷ്യ ലോഡ് കൂടുക കാരണം ആൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. പല ക്ലിനിക്കിലും ഡെൻ്റൽ ഡോക്ടേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ ചെയ്തു, അല്ലെങ്കിൽ എക്സ്പേർട്ട് അല്ലാത്ത ആളുകൾ ചെയ്തു, സർജൻ ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും എന്നുള്ളതാണ് ഇന്നത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് ആയ ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ